എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഗോകു അവനാണെങ്കിൽ അവൻ പോകുന്ന ആ ഒരു സ്ഥലത്തിന്റെ അപകടം അത് എത്ര മാത്രം ഉണ്ടെന്ന് തിരിച്ചറിയാതെ ഇപ്പൊ അവിടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നേവിക്കാരാണെങ്കിൽ നമ്മുടെ ആള് വരുന്നത് വെയിറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കും. അതിനുശേഷം ചില അറേഞ്ച്മെന്റ്സ് അത് നടത്തുകയാണ്. ഗോകുവിന്റെ മനസ്സിലുള്ള ലക്ഷ്യം അതൊന്നു മാത്രമാണ്, എത്രയും വേഗം ആ ഡ്രാഗൺ ബോൾസ് അതെല്ലാം കളക്ട് ചെയ്ത് സമൻ ചെയ്ത് ആ ഡ്രാഗനെ വരുത്തുക. അതിനുശേഷം കുഞ്ഞിപ്പണിന്റെ പപ്പയെ ആളെ ജീവനോട് കൂടെ കൊണ്ടുവരിക. സോ അവനാണെങ്കിൽ ഇപ്പൊ അതിനുവേണ്ടി അവിടെ ലക്ഷ്യം വെച്ച് പോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബുൽമാൻ ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഗോകുവെ രക്ഷിക്കാനായിട്ട് ആ ഒരു പേടകത്തിൽ കയറി ഗോകുവിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ടീമിൽ ഇപ്പോൾ ഒരാളുടെ കുറവുണ്ട്, നമ്മുടെ മൊട്ടപ്പൻ. അവൻ ട്രെയിനിങ് എടുക്കാനായി പോയതാണ്. സോ അവൻ എവിടെയാണെന്ന് അറിയില്ല. ഹാൻസം ബോയ് ആണെങ്കിൽ മാസ്റ്ററോട് ചോദിക്കും അവൻ എവിടെയാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ. അതിന് മാസ്റ്റർ പറയും എനിക്ക് കൃത്യമായിട്ട് ഐഡിയ ഇല്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അവനെ സെർച്ച് ചെയ്യാം. ആ ലോഞ്ച് പെണ്ണാണെങ്കിൽ വീണ്ടും ആഞ്ഞു തുമ്മി ഇപ്പൊ വില്ലത്തിയായി മാറും. അതിനുശേഷം അവർക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്. ഹാൻസം ബോയ് അവൻ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒട്ടപ്പനെ കണ്ടെത്താനായിട്ട് ആ ഒരു വലിയ പേടകം അതിപ്പോ ദൂരേക്ക് ഫ്ലൈ ചെയ്ത് കൊണ്ടുപോകും. ഇവിടെ ഗോകു അവനാണെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താനായി മുൻപോട്ടേക്ക് കുതിക്കുകയാണ്. ജനറൽ ആണെങ്കിൽ ആ ഡ്രാഗൺ ബോൾസിന്റെ മൂവ്മെന്റ്സ് അത് വെച്ച് അവിടേക്ക് എത്തുന്നത് നോക്കി നിൽക്കും. ആ ഡ്രാഗൺ ബോൾസ് അടുത്തേക്ക് വരുന്നത് മനസ്സിലാക്കിയ ജനറൽ ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിന് ഇൻഫർമേഷൻ കൊടുക്കും. ഓൾറെഡി ആ മഞ്ഞു മലകളിൽ അവന്റെ അസിസ്റ്റൻസ് ഹെലികോപ്റ്ററിൽ ഇരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവിടേക്ക് ഫ്ലൈ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ അവർ ഒരുപാട് നേരം അന്വേഷിച്ച് അവന്റെ ഏകദേശം ലൊക്കേഷൻ അത് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ദൂരത്തായിട്ട് കടലിൽ നമ്മുടെ മുട്ടപ്പനെ കാണിക്കും. അവൻ ഒരുപാട് നേരം സ്വിമ്മൊക്കെ ചെയ്ത് ആകെ ടയേർഡാണ്. എങ്ങനെ കരയിലെത്തും, ആരവനെ ഹെൽപ്പ് ചെയ്യുന്ന അറിയാതെ അവൻ അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴായിരിക്കും ദൂരത്തെ ഒരു പേടകം അവൻ ലക്ഷ്യമാക്കി വരുന്നതായിട്ട് അവൻ കാണുക. ഓ നോ, കാണുമ്പോൾ തന്നെ അറിയാം അത് ശത്രുക്കളാണ്. എത്രയും വേഗം എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ മുട്ടപ്പൻ അവൻ സ്വിം ചെയ്യാനായിട്ട് തുടങ്ങും. അവൻ നല്ല ഫോഴ്സിൽ സ്വിം ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ പേടകം അതവന്റെ തൊട്ട് പിന്നാലെ വരികയാണ്. ഓ നോ, ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അവൻ കടലിന്റെ അടിയിലേക്ക് മുങ്ങി അവരുടെ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് ശ്രമിക്കും. അല്പസമയം കടലിന്റെ അടിയിലൂടെ മുങ്ങി നീന്തി അവൻ മുകളിലേക്ക് വരും. അടുത്ത നിമിഷം അവൻ ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. അവന്റെ തൊട്ട് മുൻപിൽ ആ പേടകം. മുട്ടപ്പനാണെങ്കിൽ വീണ്ടും അത് കണ്ട് സ്വിം ചെയ്യാനായിട്ട് ഒരുങ്ങും. അപ്പോഴാണ് അതിലുള്ള ആൾക്കാരെ അവനൊന്ന് ശ്രദ്ധിക്കുക. അവൻ വീണ്ടും അതിലേക്ക് തന്നെ നോക്കും. അതിന്റെ ഉള്ളിൽ മറ്റാരുമല്ല ബുൽമയും ടീമും. അവരെല്ലാവരും അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ കൈയൊക്കെ വീശി കാണിക്കും. അവർ വിളിച്ചു പറയും എത്രയും വേഗം നീ വായോ, നമ്മുടെ ഗോകു വലിയ അപകടത്തിലാണ്, നിന്നെ അന്വേഷിച്ചാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്, നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ രക്ഷിക്കണം. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവന് പോലും അറിയില്ല. അവൻ ആർമി ബേസിലേക്കാണ് പോകുന്നത്. അവിടേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ വലിയ അപകടമാണ്, നമുക്ക് മാത്രമേ അവനെ സഹായിക്കാൻ പറ്റൂ. ബുൽമയാണെങ്കിൽ മൊട്ടപ്പനോട് അകത്തേക്ക് കയറാനായിട്ട് വിളിച്ചു പറയും. മൊട്ടപ്പനാണെങ്കിൽ ചുറ്റും നോക്കും, അവന്റെ ഡ്രസ്സ് കാണാനില്ല. ഓ നോ, എന്റെ ഡ്രസ്സ് അത് കാണാനില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും അവൻ ആ പേടകത്തിന്റെ ചിറകിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവന്റെ ഡ്രസ്സുകൾ അത് അതിൽ തൂങ്ങിക്കിടന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് മൊട്ടപ്പൻ ആ പേടകത്തിലേക്ക് കയറി അവന്റെ മൊട്ടത്തലയൊക്കെ തോർത്തും. ഇതിൽ ഈ ഗോകു എന്താ ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കണേ? അവൻ അറിയില്ലേ അവൻ പോകുന്ന അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന്? അതിന് ബുൽമ പറയും അതിനെക്കുറിച്ച് എന്തായാലും ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ഒന്നറിയാം, ഇപ്പൊ നമ്മൾ അവനെ സഹായിച്ചിട്ടില്ല എങ്കിൽ നമുക്കിനി ഗോകുവെ തിരികെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഹാൻസം ബോയ് ആണെങ്കിൽ ബുൽമയോട് ഡയറക്ഷൻസ് ചോദിക്കും. അവളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. അരമണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയും. അത് കണ്ട് പന്നിക്കുട്ടനും ഹാബിറ്റും അവളെ കളിയാക്കാനായിട്ട് തുടങ്ങും. ഓ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും ദിവസം വലിയ എനിമീസ് ആയിരുന്നല്ലോ, ഇപ്പൊ നിങ്ങൾ ഒന്നിച്ചോ? അത് കേട്ട് കലി ഇളകിയ ബുൽമ അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കും, അതിനുശേഷം വീണ്ടും പഴയതുപോലെ ആയിരിക്കും. ഹാൻസം ബോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഒരുപാട് വിഷമം തോന്നും. പക്ഷെ വേറെ വഴിയില്ലാതെ അവനെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. കട്ട് ചെയ്ത ഇവിടെ റഡാറിൽ ഗോകു അടുത്തേക്ക് എത്തിയെന്ന്, ആ 4 ഡ്രാഗൺ ബോൾസും അടുത്തേക്ക് എത്തിയെന്ന് അവർക്ക് മനസ്സിലാവും. ആ ഹെലികോപ്റ്ററിലുള്ള ആള് ഇപ്പൊ ദൂരത്തായിട്ട് നോക്കും. ഗോകു അവൻ അടുത്തേക്ക് വരികയാണ്. അത് കാണേണ്ട താമസം ഷോക്കായി അവന്റെ കോപ്റ്റർ മുകളിലേക്ക് ഉയർത്തി ഗോകുവെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പക്ഷെ ഗോകു അവൻ ക്യാഷ്വലായി അവന്റെ സ്റ്റിക്ക് അതങ്ങനെ നീട്ടി അതിനെ ആഞ്ഞടിച്ച് തകർക്കും. ആ ഹെലികോപ്റ്റർ തകർന്നതറിഞ്ഞ് അവർ ഷോക്കാവുകയാണ്. അടുത്ത നിമിഷം അവർ ആ റഡാർ അത് ഓപ്പൺ ചെയ്ത് സൂം ചെയ്ത് നോക്കും. മറ്റാരുമല്ല, സാക്ഷാൽ ഗോകു. നോ, അവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണ്, എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ അത് പരസ്പരം കൈമാറും. എമർജൻസി അലാം അത് മുഴങ്ങും. മാത്രമല്ല കാട്ടിൽ സെറ്റ് ചെയ്തിരുന്ന ഒരുപാട് വെപ്പൺസ് അതെല്ലാം തന്നെ പുറത്തേക്ക് വന്ന് ഇപ്പൊ ഗോകുവെ പോയിന്റ് ചെയ്യുകയാണ്. എന്താണ് ചുറ്റും നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഗോകു ആണെങ്കിൽ മുൻപോട്ടേക്ക് വരും. അടുത്ത നിമിഷം ഒരുപാട് വെപ്പൻസ് അതങ്ങനെ ഉയർന്ന് ഓറഞ്ചും പുറഞ്ചും അവൻ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബേർഡ്സുകളും ജീവികളും എല്ലാം തന്നെ അവൻ അറ്റാക്ക് കണ്ട് പേടിച്ച് പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടും. ഇവിടെ ഗോകുവിനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. അവന് ചുറ്റും ഒരുപാട് ബുള്ളറ്റ്സ് പൊച്ചറം ചെറി പായാണ്. അതൊരു അപ്രതീക്ഷിതമായിട്ടുള്ള അറ്റാക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡ് നമ്മുടെ ഗോകു പകച്ചു. ഗോകുവിന് തൊട്ടു പിന്നാലെ ഒരുപാട് ബുള്ളറ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ വീണ്ടും ഉയർന്നു പറക്കും. അതിനുശേഷം അവന്റെ ഫ്ലൈങ് നിബസിന്റെ സ്പീഡ് അത് ഇരട്ടിയാക്കും.
നടക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ താഴേക്ക് നോക്കും, ഒരുപാട് മിസൈലുകൾ അവന് നേരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ നൈസായിട്ട് ഫ്ലൈയിങ് നിംബസ് ആ കാട്ടിലേക്ക് താഴ്ത്തും. മുകളിലേക്ക് പോയ മിസൈലുകളിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ട് ഗോക്കു ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ കാട്ടിലുണ്ടായിരുന്ന ബാക്കി മിസൈലുകൾ അതിപ്പോൾ വീണ്ടും ഗോക്കുവിനെ ലക്ഷ്യമാക്കും. ഗോക്കു ആണെങ്കിൽ ആ കാടിന്റെ ഇടയിലൂടെ പോയി ആ മിസൈലുകൾ ഉപയോഗിച്ച് അവിടെയുള്ള വെപ്പൻസ് അത് തന്നെ തകർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. മിസൈലുകൾ ഗോക്കുവിന്റെ തൊട്ട് പിന്നാലെ വരും. ജസ്റ്റ് മിസ്സിന് അവൻ അതിൽ നിന്ന് തെന്നി മാറും. മിസൈലുകൾ ആ വലിയ വെപ്പൻസിൽ പോയി ആഞ്ഞടിച്ച് അവിടെ അങ്ങനെ പൊട്ടി തകരുകയാണ്. ഗോക്കുവിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. ഇവിടെ ജനറലും ടീമും അവർ ഗോക്കുവിന്റെ ഓരോ മൂവ്മെന്റ്സ് കണ്ട് ഷോക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഗോക്കു ഇപ്പോൾ ആ ഒരു ബേസിലേക്ക് എത്തിക്കഴിഞ്ഞു. അടുത്ത നിമിഷം ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് അത് മുകളിലേക്ക് ഉയരും. കണ്ട ഗോക്കു ആണെങ്കിൽ ആ ഹെലികോപ്റ്റേഴ്സിന് മുകളിൽ പോയി ഇപ്പൊ താഴേക്ക് ആ ഹെലികോപ്റ്റേഴ്സുകളെ അറ്റാക്ക് ചെയ്യാണ്. അതിനുശേഷം അവനൊരു ബിൽഡിങ്ങിലേക്ക് എടുത്തു ചാടും. അവിടെ ഉണ്ടായിരുന്ന മിലിറ്ററി ഫോഴ്സ് അവറ്റകളെല്ലാം അവനെ നാനാ ഭാഗത്തുനിന്ന് റൗണ്ട് ചെയ്ത് ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ എല്ലാവരെയും പിടിച്ചു വലിച്ച് പുറഞ്ഞ തല്ലി ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വരും. സോൾജിയർ വലിയൊരു മിസൈൽ അയക്കും. ജസ്റ്റ് മിസ്സിന് ഗോക്കു അതിൽ നിന്ന് രക്ഷപ്പെടും. അതിനുശേഷം ആ സോൾജിയറിന്റെ അടുത്തേക്ക് വരും. ഗോക്കുവിനെ കാണേണ്ട താമസം അവൻ നിലവിളിച്ചോടും. ഗോക്കു ആണെങ്കിൽ അവന്റെ പിന്നാലെ പോയി അവനെ തല്ലി കൊല്ലും. അതിനുശേഷം അവന്റെ കയ്യിൽ കിട്ടിയ ഓരോരോ സോൾജിയേഴ്സിനെ ആയിട്ട് അവൻ പുറഞ്ഞ് ഇടിച്ച് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവന്റെ തൊട്ടു പുറകില് പർപ്പിൾ വില്ലെത്തി. അവളാണെങ്കിൽ വമ്പം ഗണ്ണൊക്കെ ആയിട്ട് ഇപ്പൊ ഗോക്കുവിനെ ഫോളോ ചെയ്തു പോകും. കട്ട് ചെയ്ത ഇവിടെ ബുൽമാൻ ടീം അവരാണെങ്കിൽ ഏകദേശം ആ ഒരു നേവി ബേസിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അത് എവിടെയാണെന്ന് അവർക്ക് പോയിന്റ് ചെയ്യാൻ കഴിയുന്നില്ല. മഞ്ഞുമലകൾക്കിടയിലായതുകൊണ്ട് തന്നെ ഹാൻസം ബോയ്ക്ക് അത് കണ്ടെത്താൻ കഴിയാതെ ബുൽമയുടെ സഹായം ചോദിക്കും. അതിന് ബുൽമ പറയും, തീർച്ചയായിട്ടും അത് ഇവിടെ എവിടെയോ ആണ്, എനിക്കും അത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ പയ്യനാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് പറയും. അത് കേട്ട് കലി ഇളകിയ നമ്മുടെ ബുൽമ അവന്റെ തലയ്ക്ക് ആഞ്ഞൊരു അട്ടി കൊടുക്കും. അതെ, അത് മുൻപോട്ടേക്ക് തന്നെയാണ്, അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമെന്ന് പറയും. അവരുടെ ആ പേടകം അത് മുൻപോട്ടേക്ക് പോകും. അപ്പൊ ദൂരത്തായിട്ട് ആ നേവി ബേസ്, അതിൽ നിന്ന് ഒരു വലിയ മിസൈൽ അത് അവരുടെ പേടകം ലക്ഷ്യമാക്കി വരികയാണ്. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ അത് റഡാറിൽ തിരിച്ചറിയും. പക്ഷേ പുറകിലേക്ക് നോക്കുമ്പോൾ അവർക്കൊന്നും തന്നെ കാണാൻ കഴിയില്ല. അടുത്ത നിമിഷം അത് ഐസുകൾക്കിടയിൽ നിന്ന് ഉയർന്നു വരികയാണ്. അത് കണ്ട് അവർ ഉച്ചത്തിൽ നിലവിളിച്ച് ആ പേടകം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. ബുൽമയാണെങ്കിൽ ഹാൻസം ബോയോട് പറയും, നമ്മുടെ പേടകത്തിലെ ബാക്കിലുള്ള ഒരു പ്രത്യേക ഡിവൈസ് അത് ഇജക്ട് ചെയ്യും. അതിന്റെ പിന്നാലെ ആ ഒരു മിസൈൽ ഡൈവേർട്ട് ആവുമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതനുസരിച്ച് അവൻ റിജക്ട് ചെയ്യും. അടുത്ത നിമിഷം ആ ഒരു മിസൈൽ അത് അതുമായിട്ട് കൂട്ടിയിടിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടുന്ന് ഡൈവേർട്ട് ചെയ്ത് പോകും. കട്ട് ചെയ്ത ഇവിടെ ഗോക്കു അവനാണെങ്കിൽ അവന്റെ നേർക്ക് വരുന്ന സോൾജിയേഴ്സിനെയും അതുപോലെ ഹെലികോപ്റ്ററിൽ വരുന്നവരെ എല്ലാവരെയും അവന്റെ പവർ ഉപയോഗിച്ച് പുറച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആ ബിൽഡിംഗ് പോലെ കിടിങ്ങി വരയ്ക്കാനായിട്ട് തുടങ്ങും. പർപ്പിൾ പെണ്ണാണെങ്കിൽ ആ ഗ്യാപ്പിൽ അവൾക്ക് പറ്റുന്ന അത്രയും പണം അത് അവളുടെ പോക്കറ്റിൽ കളക്ട് ചെയ്യും. ഒരു സോൾജിയർ ആണെങ്കിൽ അവളുടെ ഹെൽപ്പ് ചോദിക്കും. അതിന് അവളാണെങ്കിൽ എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് ഉഷാറായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. കളക്ട് ചെയ്ത് വെച്ചിരുന്ന പണം അത് കുറേശ്ശായിട്ട് പുറത്തേക്ക് വീഴുകയാണ്. ഗോക്കു ആണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്ത് ഇപ്പോ ആ മെയിൻ ജനറൽ അവനുള്ള ആ ബിൽഡിങ്ങിലും അവന്റെ അറ്റാക്ക് വന്ന് പതിക്കും. അവിടെയുള്ള ചില ഡിവൈസ് ആണെങ്കിൽ അതിൽ ഡാമേജ് ആവുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ അവന്റെ റഡാർ നോക്കും. അതനുസരിച്ച് ദൂരത്തായിട്ട് കാണുന്ന ഒരു വലിയ ബിൽഡിംഗ്, അവിടെയാണ് ആ ബാക്കി 2 ഡ്രാഗൺ ബോൾ ഉള്ളത്. ഞാൻ എത്രയും വേഗം അവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് ഓടും. അവന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന ഓരോ സോൾജിയേഴ്സിനെ ആയിട്ട് അവൻ തല്ലി കൊല്ലും. ഇവിടെ ജനറലും ആളുടെ അസിസ്റ്റൻസും അവരാണെങ്കിൽ ഗോക്കുവിന്റെ മൂവ്മെന്റ്സ് അത് ആ ഡ്രാഗൺ ബോൾസിലേക്കാണെന്ന് മനസ്സിലാക്കും. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ജനറൽ ആണെങ്കിൽ ആ 2 ഡ്രാഗൺ ബോൾസും സേഫ് ആയിട്ട് കയ്യിലെടുക്കും. അതേസമയം ഗോക്കു അവൻ ഞൊട്ടിയിടയിൽ അവിടേക്ക് വരികയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ആരും കാണാനില്ല. ഒരു നിമിഷം ഗോക്കു ആണെങ്കിൽ മുകളിലേക്ക് ചാടി ആ ഒരു സീലിംഗ് തകർത്ത് മുകളിലേക്ക് കയറി വരും. ജീസ് ആണെങ്കിൽ അവനെ കണ്ട് ഷോക്കാവും. അതേസമയം ജനറൽ ആളാണെങ്കിൽ CCTVയിൽ ഇപ്പൊ ഗോക്കുവിന്റെ ഓരോ മൂവ്മെന്റ്സ് നിരീക്ഷിക്കുകയാണ്. ഗോക്കു വീണ്ടും ആ റഡാർ ലക്ഷ്യമാക്കി ആ ഡ്രാഗൺ ബോൾ അത് അന്വേഷിച്ച് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.